ശ്രദ്ധിക്കുക, ഇവിടെ കീപ്പ് റിലേറ്റഡ് വേർഡ്സ് ടുഗെദർ എന്ന് പറയുന്നതാണ്. പരസ്പരം ബന്ധമുള്ള വാക്കുകളെ ഒരുമിച്ച് കൊണ്ടുവരിക. എന്തിന്? കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ നോക്കുക. വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന കവി, ഇൻ ദ 5th ബുക്ക് ഓഫ് ദി എക്സ്കേർഷൻ, അദ്ദേഹത്തിൻ്റെ എക്സ്കേർഷൻ എന്ന ബുക്കിലെ 5ാമത്തെ ബുക്കിൽ, അതായത് 5ാമത്തെ ഭാഗത്തിൽ, ഗിവ്സ് എ മൈന്യൂട്ട് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ആരാ? വേർഡ്സ്വർത്താണ്. അപ്പം അതിനേക്കാളും കുറച്ചും ക്ലിയറാണ് ഇൻ ദ 5th ബുക്ക് ഓഫ് ദി എക്സ്കേർഷൻ. എക്സ്കേർഷനിലെ 5ാമത്തെ ബുക്കിൽ വേർഡ്സ്വർത്ത് ഗിവ്സ് എ മൈന്യൂട്ട് ഡിസ്ക്രിപ്ഷൻ. വേർഡ്സ്വർത്ത് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഉചിതം. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അനാവശ്യമായി എന്താവും, ക്ലോസ് നീഡ്ലെസ്ലി ഇൻട്രപ്റ്റ്സ് ദ നാച്ചുറൽ ഓർഡർ. എന്ന് വെച്ചാൽ വേർഡ്സ്വർത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിൽ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇൻ ദ 5th ബുക്ക് ഓഫ് ദി എക്സ്കേർഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ എന്താ പറയുക, ഒരു പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്രയാസം ഉണ്ടാക്കും ഈ സെൻറ്റൻസ്. ഇതുപോലെയുള്ള ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. ദർ വാസ് എ ലുക്ക് ഇൻ ഹിസ് ഐ. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ലുക്ക് ഉണ്ടായിരുന്നു, ഒരു നോട്ടം ഉണ്ടായിരുന്നു. ദാറ്റ് ബോർഡഡ്, ആ ലുക്ക് എന്ത് ചെയ്തു? അറിയിച്ചു. എന്തിൻ്റെ മേൽ? മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കള്ളലക്ഷണത്തിൻ്റെ മേൽ അത് അറിയിച്ചു. അയാളെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന്. ഇവിടെ കണ്ണല്ല അറിയിക്കുന്നത്. ഈ ദാറ്റ് എന്നുള്ള സംഭവം ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ആ ലുക്കിനെ പറ്റിയാണ്, അല്ലാതെ കണ്ണിനെ പറ്റിയല്ല. ആ ലുക്കാണ് മിസ്ചീഫ് ബോർഡ് ചെയ്തത്. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ചേഞ്ച് ദി ഓർഡർ ആൻഡ് സേ ഇൻ ഹിസ് ഐ, അവൻ്റെ കണ്ണിലുണ്ടായിരുന്നു വാസ് എ ലുക്ക്, ഒരു ലുക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള നോട്ടം? ദാറ്റ് ബോർഡഡ്, ആ ലുക്ക് അറിയിച്ചു മിസ്ചീഫ്, ഒരു ദുരുദ്ദേശത്തിൻ്റെ മേൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഈ ഭാഗത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ചില സമയത്ത് ഓർഡറൊക്കെ കറക്റ്റായിരിക്കും. ഓർഡർ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചെറിയ റിലേറ്റീവ്ലി ഷോർട്ടായിട്ടുള്ള ഒരു സെൻറ്റൻസിൽ ഓർഡറിന് വിഷയം ഉണ്ടാവില്ല. പക്ഷേ ആ ഓർഡറിൽ കൊണ്ടുവന്നാൽ രണ്ടർത്ഥത്തിൽ അത് മനസ്സിലാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കും. എങ്ങനെ എന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്. ദ ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ അതിൻ്റെ ഡ്യൂക്ക്, ഇപ്പോൾ ലാങ്കാസ്റ്റേഴ്സും യോർക്കും അതൊരു ഹിസ്റ്റോറിക്കൽ പീരീഡാണ്, നമുക്കത് നോക്കണ്ട. ദ ഡ്യൂക്ക് ഓഫ് യോർക്കിലെ പ്രഭു, ഹിസ് ബ്രദർ, അയാളുടെ ബ്രദർ. എങ്ങനെ? അപ്പോൾ ഹൂ വാസ് റിഗാർഡഡ് വിത്ത് ഹോസ്റ്റിലിറ്റി ബൈ ദ വിഗ്സ്. ടോറീസിൻ്റെ നേരെ ഓപ്പോസിങ് പാർട്ടിയാണ് വിഗ്സ്. അവർ അദ്ദേഹത്തെ ഭയങ്കര എന്താ പറയുക, ഹോസ്റ്റിലിറ്റിയോടെയാണ്, അഗ്രഷനോട് കൂടിയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഡ്യൂക്ക് ഓഫ് യോർക്ക് അയാളുടെ ബ്രദറാണ്. അയാളെയാണോ അല്ല അയാളുടെ ബ്രദറിനെയാണോ അവർ ഹോസ്റ്റിലിറ്റി ആയിട്ട് എന്താ പറയുക കാണുന്നത് എന്ന ഒരു കൺഫ്യൂഷൻ വരും. മനസ്സിലായില്ല? അതായത് ഹിസ് ബ്രദർ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ ഒരു ആംബിഗ്യൂറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഉദാഹരണം പറയാം, ഓൾ ദ മെമ്പേഴ്സ് വർ നോട്ട് പ്രസൻറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഹാജരായിരുന്നില്ല, ചിലർ ഹാജരായിരുന്നു, ചിലർ ഹാജരായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഹാജരായില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വേറൊരു അർത്ഥം വരാൻ സാധ്യതയുണ്ട്, ഒരാളും വന്നിട്ടില്ല എന്ന്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ റീഓർഡർ ചെയ്തു. നോട്ട് ഓൾ ദി മെമ്പേഴ്സ് വർ പ്രസൻറ്റ്, വിച്ച് വിൽ മീൻ സം മെമ്പേഴ്സ് വർ പ്രസൻറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഹി ഓൺലി ഫൗണ്ട് 2 മിസ്റ്റേക്സ്. അദ്ദേഹം ആകെ കണ്ടെത്തിയത് 2 മിസ്റ്റേക്കാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം 2 മിസ്റ്റേക്ക് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ, വേറൊന്നും കണ്ടുപിടിച്ചില്ല. അപ്പോൾ അതിന് പകരം അദ്ദേഹം കണ്ടെത്തി ഓൺലി 2 മിസ്റ്റേക്സ്, 2 മിസ്റ്റേക്കുകൾ മാത്രമാണ് അദ്ദേഹം കണ്ടെത്തിയുള്ളൂ എന്നാണ് ഇവിടെ മാറ്റി എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം, ആംബിഗ്യൂറ്റി ഒഴിവായി കിട്ടി. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്.